ഹരി ഓം. എല്ലാവർക്കും ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം. സംസ്കാര സംഘടനാ സേവ SPYSS NYC മലയാളം ഓൺലൈൻ യോഗ ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ശ്രീമദ് ഭഗവത്ഗീത അധ്യയനത്തിന്റെ 163-ാം ദിവസത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുകയാണ്. ഇന്നിവിടെ അധ്യയനം ചെയ്യുന്നത് അധ്യായം 18 മോക്ഷ സന്യാസ യോഗം എന്ന ഭാഗമാണ്. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലാൻ നിഷാക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയോമക്ക. ഹരിയോം. എല്ലാവർക്കും ഹരിയോം. ഓം നമോ നാരായണായ. ഓം ശ്രീ പരമാത്മനെ നമഃ. ധ്യാനം. ഓം പാത്തായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതവിദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്തോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജയദ്രുതജലാ ഗാന്ധാരനീലോഫലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർദ്ധിനി സോതീർണാഖലപാണ്ഡവൈ രണനദീ കൈവർത്തക കേശവഃ. പാരാശര്യവചഃസരോരജമലം ഗീതാർത്ഥകണ്ഠോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പഥൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സുൻവന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരിയോം. അടുത്തത് ചാൻഡിങ് റിവിഷനാണ്. ശ്ലോകം 13, 14, 15 റിവൈസ് ചെയ്യാനായി സരസ്വതിയൊക്കെയും ശ്ലോകം 16, 17, 18 ശ്ലോകങ്ങൾ റിവിഷൻ ചെയ്യാനായി ശ്രീധരക്കുറുപ്പണ്ണനെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹരിയോം. ഹരിയോം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിദം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. ശരീരവാങ്മനോഭിയത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാത് ന സ പശ്യതി ദുർമതിഃ. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ
ന ഹന്തി ന നിബധ്യതേ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത വിവിധാ കർമ്മചോദന കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ഹരി ഓം. ഹരിയോം അണ്ണ, ഹരിയോം അക്ക. അടുത്തതായി ശ്ലോകം 19, 20, 21 ചാൻഡിങ് ഗൈഡൻസിനായി ഗംഗ ആർ അക്കയെയും റിപ്പിറ്റേഷനായി ബീന അക്കയെയും അതിന്റെ വിശദീകരണത്തിനായി രാജമ്മ അക്കയെയും സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം. ജ്ഞാനം കർമ്മ ച കർത്താ ച ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദതഃ ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യത്തെ ഗുണസംഖ്യാനേ പ്രോച്യത്തെ ഗുണസംഖ്യാനേ യഥാവത് ശൃണുതാന്യപി യഥാവത് ശൃണുതാന്യപി ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദതഃ ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യത്തെ ഗുണസംഖ്യാനേ യഥാവത് ശൃണുതാന്യപി പ്രോച്യത്തെ ഗുണസംഖ്യാനേ യഥാവത് ശൃണുതാന്യപി ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദതഃ ഉച്യത്തെ ഗുണസംഖ്യാനേ യഥാവത് ശൃണുതാന്യപി ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യത്തെ ഗുണസംഖ്യാനേ യഥാവത് ശൃണുതാന്യപി സർവഭൂതേഷു യേനൈകം സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം തജ്ഞാനം വിദ്ധി സാത്വികം സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം പൃഥക്ത്വേന തു യജ്ഞാനം പൃഥക്തേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ നാനാഭാവാൻ പൃഥഗ്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം തജ്ഞാനം വിദ്ധി രാജസം പൃഥക്തേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ പൃഥക്ത്വേന തു യജ്ഞാനാം നാനാഭാവാൻ പൃഥഗ്വിധാൻ ഇതി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം
പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്ഭിദാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിദാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ അവസരം തന്ന സിന്ധുവക്കയ്ക്കും വിശ്വമതിക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ പരമാത്മനെ നമഃ. കഴിഞ്ഞ വ്യാഴാഴ്ച 18ാമത്തെ ശ്ലോകം മോക്ഷ സന്യാസ യോഗത്തിലെ 18ാമത്തെ ശ്ലോകത്തിൽ കൊണ്ടാണ് അവസാനിച്ചിരിക്കുന്നത്. അവിടുന്ന് തുടങ്ങാം. അവിടെ എന്താണ് പറയുന്നത്? ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് ഇത് മൂന്നും കർമ്മത്തിന് പ്രേരകങ്ങളാണ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞേയം അറിയേണ്ടത്, ജ്ഞാതാവ് അറിയേണ്ട ആൾ. ഇതിനെയാണ് നമ്മൾ ത്രിപുടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്രിപുടികൾ മൂന്നും കർമ്മം ചെയ്യുന്നതിന് പ്രേരകങ്ങളാണ്. നമ്മൾക്ക് എപ്പോഴും ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കർമ്മം ചെയ്യാതെ ഒരുത്തർക്കും ഇരിക്കാൻ പറ്റും. വെറുതെ ഇരിക്കുന്നവരും ഓരോ കർമ്മം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കും. അതൊരു കർമ്മമാണ്. അങ്ങനെ അതിന് കരണം, കർമ്മം, കർത്താവ് ഇവ മൂന്നും കർമ്മത്തെ ചെയ്യിക്കുന്നതാണ്. കരണം എന്ന് പറഞ്ഞാല് കർമ്മം ചെയ്യുന്നതിനെ സഹായിക്കുന്ന ഉപകരണം മാത്രമാണ് കരണം. നമ്മളിപ്പോ പറമ്പ് കിളയ്ക്കണമെങ്കിൽ ഒരു കൈക്കോട്ട് വേണം. ആ കൈക്കോട്ടാണ് ഇവിടുത്തെ കരണം. ആ കരണം കൊണ്ട് കർത്താവിന് കർമ്മം ചെയ്യണം. അങ്ങനെ 6 കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, ഇത് മുന്നേ കരണം, കർമ്മം, കർത്താവ്. ഈ 3 കാര്യങ്ങളെ ഇതിൽ വിസ്തരിച്ച് കഴിഞ്ഞ മാസം പറഞ്ഞതാണ്. ഇനി നമ്മൾ 19ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. അതിന്റെ ബാക്കിയാണ്. ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദഃ പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവശൃണുതാൻ അപി. ഇവിടെ ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുന്നു, ഗുണഭേദഃ. ഗുണഭേദം എന്നാൽ ത്രിഗുണങ്ങൾ, സത്വരജ തമോ ഗുണങ്ങൾ. കാരണം ജ്ഞാന കർമ്മ ച കർത്താ ച, ജ്ഞാനവും കർമ്മവും കർത്താവും ത്രിധാ ഏവ, 3 വിധത്തിലാണ്. അപ്പൊ നമ്മുടെ ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തെ പ്രേരിപ്പിക്കുന്ന, വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ത്രിഗുണങ്ങളാണ്. പിന്നെ ഗുണസംഖ്യാനെ, സംഖ്യാശാസ്ത്രത്തിൽ പ്രോച്യതേ പറയപ്പെട്ടിരിക്കുന്നു. താൻ അഭി യഥാവത്, അവയെയും നിനക്ക് യഥാവത് യഥാക്രമം പറഞ്ഞു തരാം. പ്രോച്യതേ ഞാൻ പറയുന്നു, ത്വം ശൃണു നീ കേൾക്കുക എന്ന് അർജുനനോട് പറയുന്നു. നമ്മളോടും കൂടിയാണ് ഇത് പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഗുണവിവേചനം ചെയ്യുന്ന കപില സാഖ്യം. നമുക്ക് കപിലനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. നാരായണത്തിൽ പഠിച്ചതാണ്. 15ാം അധ്യായത്തിൽ കപില വാസുദേവൻ സ്വന്തം അമ്മയായ ദേവഹൂതിക്ക് സാഖ്യം ഉപദേശിച്ചു കൊടുക്കുന്നു. ആ സാഖ്യം അമ്മയ്ക്കായിട്ട് കൊടുത്തതല്ല, ഈ ലോകത്തിനായിട്ട് തന്നതാണ്. ആ സാഖ്യം എന്താണ്? സാഖ്യം സാഖ്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന കൈവല്യം, മോക്ഷം, പരമാനന്ദവും, അതിനെക്കുറിച്ചാണ് സാഖ്യം. 25 തത്വങ്ങൾ അടങ്ങിയതാണ് സാഖ്യം. 24 തത്വങ്ങൾ നമുക്കറിയാം. 24 തത്വങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ,
മനസ്സ്, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ 24 തത്വങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അതിൽ ഉൾക്കൊണ്ട ഒരാളിന് 25ാമത്തെ തത്വമായ പുരുഷനിൽ എത്താൻ കഴിയും. പുരുഷൻ അല്ലെങ്കിൽ തുര്യം 4ാമത്തെ അവസ്ഥ, അതിൽ എത്താൻ കഴിയും. 4ാം അവസ്ഥ നമ്മൾ എന്താണ് പറയുന്നത്? പിന്നെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യം. അത് തന്നെയാണ് ഇവിടുത്തെ തുര്യം. അപ്പൊ ആ 25ാമത്തെ തത്വമാണ് പുരുഷൻ. പുരുഷനെ അറിയണമെങ്കിൽ ഈ 25 തത്വങ്ങളെയും അറിയണം. അങ്ങനെ പണ്ടു മുതലേ, അപ്പൊ പുരാണ കാലം തൊട്ടേ ഈ സാഖ്യയോഗം കൊണ്ട് നമ്മുടെ മനുഷ്യ മനസ്സിനെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരാളുള്ളിലേക്ക് ഇറങ്ങി എന്നല്ല അർത്ഥം, ഉള്ളിലേക്ക് ഇറങ്ങി പഠിച്ചിട്ട്, ശാസ്ത്രം പഠിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥമായ രൂപങ്ങളെയും വ്യത്യാസങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഇതിലെ കപിലൻ എന്ന സാഖ്യൻ നമുക്ക് വിസ്തരിച്ച് തന്നിട്ടുണ്ട്. എല്ലാ പദാർത്ഥങ്ങളും ത്രിഗുണാത്മകമായ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതിന് പരിണാമഭേദം കൊണ്ട് ഓരോ പദാർത്ഥത്തിലും ഗുണങ്ങൾ വേർതിരിഞ്ഞു കാണും. നമ്മളിപ്പോ ദിവസവും രാവിലെ എന്താണ് യോഗസൂത്രം പഠിക്കുന്നതിലും ഇതുതന്നെയാണ് പറയുന്നത്. പരിണാമത്തെക്കുറിച്ചും കൈവല്യത്തെക്കുറിച്ചുമാണ് അതിനകത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് പരിണാമം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉള്ള പരിണാമമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോ വ്യക്തിയുടെയും മനസ്സിലെ സത്വരജ തമോ ഗുണങ്ങളുടെ ഭേദങ്ങൾ അനുസരിച്ച്, അവരുടെ മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ച് അവരുടെ ആത്മാക്കൾ കുറെ സഞ്ചിത കർമ്മങ്ങളും ശേഖരിച്ചുകൊണ്ടാണ് ഒരു പുതിയ ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ സഞ്ചിത കർമ്മങ്ങൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കൊണ്ട് അവസരം കിട്ടുമ്പോൾ അത് പുറത്തേക്ക് എടുക്കും. ആ പരിണാമത്തെയാണ് ഇവിടെ പറയുന്നത്. അല്ലെ ഫിസിക്കലി ഒരാൾ പെട്ടെന്ന് ഒരു കുരങ്ങായി, അല്ലെ കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടായി എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. പരിണാമം ഇവിടുത്തെ പരിണാമം ഫിസിക്കൽ അല്ല, മെന്റലി ഉള്ള പരിണാമം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവമുള്ളവരായി പ്രകടമാകുന്നത്. എന്തുകൊണ്ട് എല്ലാ അതിലും ഒരേ ആത്മാവാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും എല്ലാവരും വ്യത്യസ്ത സ്വഭാവത്തോട് കൂടിയത് ഈ സഞ്ചിത കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രേരണ ചെലുത്തുകയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മാനസികമായ പരിണാമം, സ്വഭാവത്തിലുള്ള പരിണാമം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് ഈ മനഃശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ആണ് നമ്മള് കപില സാഖ്യം. അപ്പൊ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്താണ്. കർദമ പ്രജാപതിയുടെയും പിന്നെ ദേവഹൂതിയുടെയും മകനാണ് കപിലൻ. 9 പെമ്മക്കളെ വിവാഹം കഴിച്ചയച്ചു. കർദമ പ്രജാപതി അങ്ങ് പോയി, കപിലൻ ആശ്രമത്തിലേക്കും പോയി. പിന്നെ ദേവഹൂതി ഒറ്റയ്ക്കായി സങ്കടം ചെന്ന മകനായ ഈശ്വരനായ ഭഗവാനോട് പറയുന്നതാണ് ഈ തത്വങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാം വിട്ടിട്ട് ഈശ്വരനിലേക്ക്, ആ പുരുഷനിലേക്ക് പ്രാപിക്കാനുള്ള മാർഗം അമ്മയെ നോക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ബോധവൽക്കരിച്ച് അമ്മയെ കപിലദേവൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അതാണ് സാഖ്യം, കപിലന്റെ സാഖ്യം. അത് അടുത്തത് നമ്മൾക്ക് 20ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. സർവഭൂതേഷു ഏനൈകം ഭാവം അവ്യമീഷ്യതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാന വിദ്ധി സാത്വികം. ഇവിടെയും പ്രധാനപ്പെട്ട 2 വാക്കുകളാണ് നമുക്ക് ഊന്നി പറയേണ്ടിയിരിക്കുന്നത്. വിഭക്തേഷു വേർതിരിഞ്ഞിരിക്കുന്ന, സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളും. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവിച്ചതെല്ലാം, ഉണ്ടായതെല്ലാം ഭൂതങ്ങൾ. ഉണ്ടായ ചരാചരങ്ങളെല്ലാം ഒന്നിനൊന്ന് വ്യത്യാസത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈവൻ നമുക്കറിയാം, നമ്മുടെ കോടിക്കണക്കിന് ആൾക്കാരുള്ളതിൽ ഒരാളുടെ ഫിംഗർ പ്രിന്റ് പോലും വ്യത്യസ്തമാണ്. അങ്ങനെയാണ് നമുക്ക് ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഭൂതങ്ങളില് എന്താണ് അവിഭക്തം അവ്യയം, വ്യത്യസ്തമായ രൂപത്തിലും സ്വഭാവത്തിലും ഉള്ള ഭൂതങ്ങളിൽ അല്ലെങ്കിൽ ചരാചരങ്ങളിൽ അവിഭക്തം അവ്യയം, വിഭാഗമില്ലാത്തതും പരിണാമശൂന്യവുമായ, ഒരിക്കലും മാറ്റമില്ലാത്തതും എന്നും ഒരേ നിലയിൽ നിൽക്കുന്നതും സത്തായിരിക്കുന്നതുമായ ആ ഏകഭാവത്തെ ഏതൊരാൾ അറിയുന്നുവോ മനസ്സിലാക്കുന്നുവോ ആ ആളിനെയാണ് സാത്വികമായ
സാത്വികമായി എന്ന് ജ്ഞാനം നേടിയവൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എല്ലാത്തിനും സാത്വിക ജ്ഞാനം, പിന്നെ രാജസിക ജ്ഞാനം, പിന്നെ താമസിക ജ്ഞാനം, ഇങ്ങനെ 3 തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട് സ്വഭാവ പരിണാമം അനുസരിച്ച്. അപ്പൊ ആരാണ് സാത്വിക ജ്ഞാനം നേടിയ ആൾ? അദ്വൈതത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ചരാചരങ്ങളിലും ഏകമായ ഒരു ഈശ്വരനാണ്, ഒരു സത്താണ് ഉൾക്കൊള്ളുന്നതെന്നും അവയുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം ഈ സത്തല്ല കാരണം, പിന്നെയോ അവരുടെ മുൻജന്മ കർമ്മ ഫലങ്ങളുടെ പ്രേരണയാലുണ്ടായ പരിണാമം കൊണ്ടാണ് വ്യത്യാസം അനുഭവിക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ട് എല്ലാത്തിലും ഈശ്വരൻ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയും. എല്ലാത്തിലും അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞ പോലെ ഇതം സർവം ഈശ്വരവാസ്യം, ഇവിടെ എല്ലാം ഈശ്വരമയമാണ് എന്നെല്ലാം പറഞ്ഞാലും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അതിനെ ആ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനിയെയാണ് നമ്മളെ സാത്വിക ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ സാത്വികമായി അപ്പൊ അടുത്ത സാത്വിക ജ്ഞാനികൾക്ക് എന്താണ്? ഈ ലോകത്തിലെ നാനാതരത്തിലുള്ള പദാർത്ഥങ്ങളിലും ജീവജാലങ്ങളിലും എല്ലാം സ്പന്ദിക്കുന്നത് അദ്വൈതമായ ആ ഏകമായ സത്തായ സാത്വികമായ ആ ഉണ്മയാണ് എന്ന് ഏതൊരാൾ മനസ്സിലാക്കുന്നുവോ ആ ആളിനെ സാത്വിക ജ്ഞാനി എന്ന് പറയുന്നു. അടുത്തത് പിന്നെ നാം പലതരത്തിലുള്ള ഒന്നിനെ, ഈ ഒന്ന് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വ്യക്തികളെ അല്ല പറയുന്നത്. ആ ഒന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ പരമമായ പുരുഷനെയാണ്. ആ പുരുഷൻ എന്നും പ്രകൃതി എന്നും കപില സാങ്കേതിൽ പറയുന്നുണ്ട്. എന്താണ് പ്രകൃതി എന്നാൽ? എന്താണ് പുരുഷൻ? എന്താണ്? പ്രകർഷേണ ചലിക്കുന്നത് എന്തോ അത് പ്രകൃതി. ആരുടെയും പ്രേരണ ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് പ്രകൃതി. അപ്പൊ നമ്മുടെ പ്രകൃതി ഇന്ന് എങ്ങനെയാണ്, നാളെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളതിനെ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു, ഇവിടെ ഇന്നലെ മഴയുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകൃതി. വേറൊരു വാക്കുണ്ട്, മായ അല്ലെങ്കിൽ മായാദേവി. അപ്പൊ മായ അല്ലെങ്കിൽ ദേവി, ഈ മായ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭ്രമിപ്പിക്കുന്നത്, സ്ഥിരമായി നിൽക്കാത്തത്, മാറ്റം ഉള്ളത്, അതാണ് മായ. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്നും ആ സത്തായി തന്നെ മാറ്റമില്ലാതെ നിൽക്കുന്നത് എന്തോ അതാണ് പുരുഷൻ. അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്നൊക്കെ പറയും. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മലയാലപ്പുഴ എന്ന് പറയും. ആ ക്ഷേത്രത്തിന്റെ ആ കവാടത്തിൽ വലിയൊരു ചിത്രമുണ്ട്. എന്താണ്? ഒരു മഹാദേവൻ കമഴ്ന്നു കിടക്കുന്നു, പുലിത്തോലും ഒക്കെ എടുത്ത്. അതിന്റെ മുകളിൽ ദേവി നിന്ന് താണ്ഡവമാടുന്നു. അപ്പം നമ്മുടെ ഇതൊന്നും നമുക്കറിയത്തില്ല ഇതിന്റെ തത്വം എന്താണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അവിടെ ചെല്ലുമ്പോ, ഓ നിങ്ങളുടെ ദൈവങ്ങളൊക്കെ ഭർത്താവിന്റെ മണ്ടയില് ചവിട്ടിയിട്ട് നൃത്തം ചെയ്യുന്ന സ്വഭാവമാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയത്തില്ല അതിന് തത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് തത്വം? മഹാദേവൻ എന്ന് പറയുന്ന ആ പുരുഷൻ ഒരിക്കലും മാറ്റമില്ലാത്ത ആ സത്താണ്. ആ സത്തായ പുരുഷന്റെ മുകളിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ താണ്ഡവമാണ് ആ ദേവിയുടെ നൃത്തം. അപ്പൊ അതാണ് അതിനകത്തിലെ തത്വം. അപ്പൊ കാണുന്നവരോർക്കും ഒരു ഭർത്താവിന്റെ മുമ്പിൽ മണ്ടയിൽ നൃത്തം ചെയ്യുന്ന ദേവി. പുരുഷനും പ്രകൃതിയും പ്രകർഷേണ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മായയാണ്, ഭ്രമിപ്പിക്കുന്നതാണ്. പുരുഷൻ ഒരിക്കലും മാറ്റമില്ല. അതുകൊണ്ട് മഹാദേവൻ അവിടെ അതേപോലെ അവിടെ കിടക്കുകയാണ്, മാറ്റമില്ലാതെ സ്ഥിരമായി അവിടെ കിടക്കുന്നു. അത് സ്ഥിരമായി നിൽക്കുന്നത് എന്തോ അതാണ് പുരുഷൻ. അപ്പൊ ഈ പുരുഷനിൽ എത്തുക എന്നതാണ് ഓരോ ജീവാത്മാവിന്റെയും ലക്ഷ്യം. അടുത്തത് 21-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. പൃഥക്തേന തു ജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. ഇനി നമ്മളെ സാത്വിക ജ്ഞാനം കഴിഞ്ഞു. ഇനി രാജസിക ജ്ഞാനം എന്താണ് എന്നാണ് പറയുന്നത്. രാജസിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ വിപരീതമായിട്ടാണ് കുറെ ആൾക്കാര് ഈശ്വര സങ്കല്പത്തെ കുറിച്ച് അവരെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ജ്ഞാനം തു, യാതൊരു ജ്ഞാനമാകട്ടെ, സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും
പൃഥക് വിധ നാനാഭവാൻ, വെവ്വേറെ തരത്തിലുള്ള പല ഭാവങ്ങളെ പൃഥക്തേന വേത്തി, വെവ്വേറെയായിട്ട് അറിയുന്നു. തജ്ഞാനം, ആ ജ്ഞാനത്തെ രാജസം വിദ്ധി, രാജസമായി നീ അറിഞ്ഞാലും അർജുന എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏത് ജ്ഞാനം, നമ്മളിപ്പോ പറഞ്ഞു നാനാതരത്തിലുള്ളതിൽ എല്ലാത്തിലും ഒരു ആത്മാവ് അല്ലെ ഒരു ഈശ്വരന്റെ ആണുള്ളത്. വസ്തുക്കൾക്ക് മാത്രമേ നാനാത്വമുള്ളൂ. നമ്മുടെ ഈശ്വരൻ എന്ന കോൺസെപ്റ്റിന് നാനാത്വമില്ല, ഏകത്വമാണ്, അദ്വിതീയമാണ്. അതുപോലെ ഇവിടെ രാജസീയ ജ്ഞാനമുള്ളവർ എന്ത് ധരിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് നോക്കാം. ഏത് ജ്ഞാനം കൊണ്ടാണോ എല്ലാ ജീവജാലങ്ങളിലും വ്യത്യസ്തത കൊണ്ട് പല അസ്തിത്വങ്ങളായി പരസ്പരം വെവ്വേറെയായി കാണുന്നത്, അത് രാജസീയമാണ്. അപ്പൊ അവര് കാണുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, രാജസീയ ജ്ഞാനത്തില് ഓരോ വ്യക്തിയിലും പ്രത്യേകം ഓരോ ആത്മാവ് ഉണ്ടെന്നും ആ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് അവരോരോരുത്തരും പ്രത്യേക സ്വഭാവം കാണിക്കുന്നതെന്നും ഇങ്ങനെ ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ അദ്വൈതവാദികൾ നമുക്ക് പറയാൻ പറ്റില്ല. അവരെ നേരെ ധാരാളം എങ്ങനെ വിചാരിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ള ഒരു സമൂഹം നമുക്ക് സമൂഹത്തിന് ഹാനികരമാണ്. അപ്പൊ നമ്മളിവിടെ നാമം ജപിക്കുമ്പോൾ നമ്മളൊരു പാട്ട് പാടി 30 കോടി, അതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. 30 കോടി ദേവന്മാര് നമ്മള് ഭജനയിൽ പാടിയതാണ് അല്ലെ. 30 കോടി ദേവന്മാരില് ഏറ്റവും ഇതായിട്ടുള്ള എന്താണ് ഈ 30 കോടി? നമുക്ക് 30 കോടി ദേവന്മാരുണ്ടോ? ഇല്ല. 30 കോടിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, കോടി എന്ന് പറയാൻ നമ്മൾ പണ്ട് ഓടൊക്കെ ഇടുന്ന വീടിന് കോടിയുണ്ട്, 4 വശത്തോട്ട് ഓരോ കോടിയുണ്ട്. അഗ്രം എന്നാണ് അർത്ഥം. കോടി എന്ന് പറഞ്ഞാൽ അഗ്രം. അപ്പൊ ആ കോടിക്കഴുക്കോല്. പിന്നെ അഷ്ടവസ്തുക്കൾ, പുരാണങ്ങളിലെ നമ്മുടെ ട്രഷറി എന്ന് പറഞ്ഞ ധനം എല്ലാവർക്കും വിതരണം ചെയ്തു കൊടുത്ത് ആ സാമ്പത്തിക ഭദ്രത സൃഷ്ടിച്ചിരുന്നത് അഷ്ടവസ്തുക്കളായിരുന്നു. അവർ 8 പേരുണ്ട്. വസ്തു എന്ന് പറഞ്ഞാൽ ധനം എന്നാണ്. അങ്ങനെ ധനം വിതരണം ചെയ്തുകൊണ്ടിരുന്നവരാണ് അഷ്ടവസ്തുക്കൾ. അവർ 8 പേര്. പിന്നെ 33 പേരില് ദ്വാദശാദിത്യന്മാർ 12 പേര്, ഏകാദശ രുദ്രന്മാർ 11 പേര്, അഷ്ടവസ്തുക്കൾ 8, അശ്വനി ദേവന്മാർ 2. അങ്ങനെ 30 കോടി എന്ന് പറഞ്ഞാൽ 33 എന്ന് മാത്രമാണ് അർത്ഥം. അല്ല 30 കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മനുഷ്യനേക്കാളിലും ഇതിനേക്കാളിലും ജനസംഖ്യയെക്കാളിലും കൂടുതൽ ദൈവങ്ങൾ എന്നാണ് നമ്മുടെ കോൺസെപ്റ്റ് അതിൽ വരുന്നത്. അങ്ങനെ ദൈവങ്ങൾ ഉണ്ടോ? ഇല്ല. നമ്മൾ ആ ലെവലിലേക്കല്ല നമ്മൾ പോകുന്നത്. ഒരേ ഈശ്വരൻ, അതിന്റെ ഈശ്വര ചൈതന്യം ഓരോ ഭൂതങ്ങളിലും ചരാചരങ്ങളിലും ത്രസിക്കുന്നു, ശോഭിക്കുന്നു. അതിന്റെ പ്രേരണയാൽ ആ ജഡശരീരം എന്തായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ആ പ്രാണൻ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യമാകുന്ന പുരുഷൻ ഇതിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഇവിടുന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ കർത്താവ്, കർത്തൃത്വം, ഞാനാണിത് പഠിപ്പിക്കുന്നത് എന്ന കർത്തൃത്വ ബോധം എനിക്കുണ്ടായെങ്കിൽ അതെന്റെ അഹങ്കാരമാണ്. എനിക്ക് ഇത് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയണമെങ്കിൽ ഞാനാണിത് പറയുന്നത് എന്ന് എനിക്ക് പറയാൻ ഒരു അവകാശവുമില്ല. എനിക്കിത് പറയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാകുന്ന ഈശ്വരൻ ആണ് കർത്താവ്, ഞാനല്ല ഇതിന്റെ കർത്താവ്. അപ്പൊ നമ്മളിലെ കർത്തൃത്വം ഞാൻ ചെയ്യുന്നു, ഞാൻ അതെടുത്തു, എന്റേത്, ഞാൻ എന്ന കർത്തൃത്വ ബോധം നമ്മളുടെ നല്ലതിനല്ല. നമ്മൾ ഈശ്വരനിൽ നിന്നും അകന്നകന്ന് പോകുകയേ ഉള്ളൂ. ഈശ്വരൻ എന്ന ചൈതന്യമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ വിട്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ രാജസീകമായ സമയം, രാജസീകമായ ജ്ഞാനം സാത്വികമായ ജ്ഞാനത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. പലതിൽ
പല ദൈവങ്ങളെ പോസ്റ്റ് ചെയ്യുന്നു. അതേസമയം എന്താണ് സാത്വികമായ ജ്ഞാനം പല ഭൂതങ്ങളിൽ ഒന്നിനെ പോസ്റ്റ് ചെയ്യുന്നു. പല ഭൂതങ്ങളിലും നിൽക്കുന്നതും നിലനിൽക്കുന്നതും സത്തായി നിൽക്കുന്നതുമായ ഉണ്മ, ആ പുരുഷൻ, ആ ബ്രഹ്മം മാത്രമാണ്, അല്ലാതെ പലതില്ല. അതുകൊണ്ടാണ് ഞാൻ 33 ഞാനൊന്ന് വിസ്തരിച്ചത്. 33 ദൈവങ്ങൾ നമുക്കില്ല. നമുക്കൊള്ളി വൺ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറയുന്നതും പുരുഷൻ എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ദിവിൽ വസിക്കുന്നവർ ദൈവം എന്നൊരു അർത്ഥമുണ്ട്. ദാനം, നിഷ്കാമമായി ദാനം ചെയ്യുന്നവർ ആരോ അവർ ദൈവം. നമുക്കും ദൈവമാവാം. ചിലര് നമ്മൾ ഒത്തിരി സഹായിച്ചൊക്കെ കഴിയുമ്പോൾ ചിലർ പറയും എന്റെ ദൈവമാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മൾ നിഷ്കാമമായി അവരെ സഹായിച്ചു. അപ്പം വായുദേവൻ എന്ന് പറഞ്ഞാൽ വായു ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമുക്ക് ഈ വായുവിനെ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്. ജലം, നദിയെ ദേവിയായിട്ടാണ്. ജലം, നദി ഇങ്ങനെ ഒഴുകുന്നു, നദി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ദേവിയാണ്. അപ്പം നിഷ്കാമമായി ദാനം ചെയ്യാൻ കഴിവുള്ള ചെയ്യുന്നവരെല്ലാം ദൈവങ്ങളാണ്. അങ്ങനെയാണ് ദൈവം എന്നൊരു വാക്ക് പറഞ്ഞത്. ആ ദൈവവും പുരുഷനും വ്യത്യാസമാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ സനാതനനായ ആ ബ്രഹ്മത്തെ മാത്രമാണ്, അതിന്റെ അംശം. ബ്രഹ്മം എന്ന ആ കോൺസെപ്റ്റിൽ നിന്നാണ് സൂര്യൻ പോലും പ്രകാശിക്കുന്നത്. നമ്മള് ഇതിനകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതിലാണ്? ഐശ്വര്യം ശങ്കരാധീശ്വരം. ഏതിലാണ്? നാരായണത്തിലെ ആദ്യത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം. ഐശ്വര്യം ശങ്കരാധീശ്വരം. അത് ശങ്കരൻ മുതലായ ഈശ്വരന്മാർക്ക് പോലും ഐശ്വര്യത്തെ കൊടുക്കുന്നത് ആരാണ്? ഈ പരമമായ ആ സത്താണ്, ആ ബ്രഹ്മമാണ്, പുരുഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാത്വിക ജ്ഞാനം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എല്ലാത്തിൽ പലതിൽ ഒന്നിനെ കാണുന്നത് ആണല്ലുള്ള ബുദ്ധിയും ജ്ഞാനവും ഉള്ളതാണ് സാത്വിക ജ്ഞാനം. പലതിൽ പലതുണ്ട് എന്ന് തെറ്റായി ധരിക്കുന്ന ജ്ഞാനത്തെയാണ് എന്ത് പറയുന്നത്? രാജസിക ജ്ഞാനം. ആ ജ്ഞാനത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് നല്ലതല്ല. അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഏകമായ ഒന്നിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് പല കോൺഫ്ലിക്റ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരും. അതുകൊണ്ട് ഞാന് സമയമായതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ഹരിയോം അക്ക. അടുത്തത് ശ്ലോകം 22, 23, 24 ചാൻഡിങ് ഗൈഡൻസിനായി ഗംഗാറക്കയും അതിന്റെ ചാൻഡിങ് റിപ്പിറ്റേഷനായി സ്വപ്ന രമേശക്കയും വിശദീകരണത്തിനായി ഗിരിജാറക്കയും സസ്നേഹം ക്ഷണിക്കുന്നു. ഹരിയോം. യത്തു കൃഷ്ണവദേ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദത്പം ച തത്താമസമുദാഹൃതം യത്തു കൃഷ്ണവദേ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദത്പം ച തത്താമസമുദാഹൃതം യത്തു കൃഷ്ണവദേ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദത്പം ച തത്താമസമുദാഹൃതം യത്തു കൃഷ്ണവദേ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദത്പം ച തത്താമസമുദാഹൃതം.
नियतं सङ्गरहितम् नियतं सङ्गरहितम् रागद्वेषदकृतम् रागद्वेषधकृतम् फलप्रेप्सुना कर्म अफलप्रेप्सुना कर्म तत् सात्विकमुच्यते यत्तत् सात्विकमुच्यते नियतं सङ्गरहितम् अरागद्वेषतकृतम् नियतं सङ्गरहितम् अरागद्वेषधकृतम् फलप्रेप्सुना कर्म यत्तत् सात्विकमुच्यते अफलप्रेप्सुना कर्म यत्तत् सात्विकमुच्यते नियतं सङ्गरहितम् अरागद्वेषतकृतम् अफलप्रेप्सुना कर्म यत्तत् सात्विकमुच्यते नियतं सङ्गरहितम् अरागद्वेषधकृतम् अफलप्रेप्सुना कर्म यत्तत् सात्विकमुच्यते यत्तु कामेप्सुना कर्म यत्तु कामेप्सुना कर्म अहङ्कारेण वा पुनः साहङ्कारेण वा पुनः क्रियते बहुलायासम् क्रियमे बहुलायासम् राजसमुदाहृतम् तद्राजसमुदाहृतम् यत्तु कामेप्सुना कर्म साहङ्कारेण वा पुनः यत्तु कामेप्सुना कर्म साहङ्कारेण वा पुनः क्रियते बहुलायासम् तद्राजसमुदाहृतम् क्रियते बहुलायासम् तद्राजसमुदाहृतम् यत्तु कामेप्सुना कर्म साहङ्कारेण वा पुनः क्रियते बहुलायासम् तद्राजसमुदाहृतम् यत्तु कामेप्सुना कर्म साहङ्कारेण वा पुनः क्रियते बहुलायासम् तद्राजसमुदाहृतम् ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മള് രാജമാക്ക എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിന്റെ ബാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. അത് സത്വരജ തമോ ഗുണങ്ങള്. അത് ഒന്നും കൂടി നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. ഈ മോക്ഷ സന്യാസ യോഗത്തിൽ ഒരിക്കൽ കൂടി വളരെ വൃത്തിയായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോ 22ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മള് ആദ്യം സാത്വിക രസം അസാത്വികം മനസ്സിലാക്കി, അടുത്തത് നമ്മൾ രാജസം മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് താമസമാണ്.
അപ്പൊ ആ ശ്ലോകമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. 22ാമത്തെ ശ്ലോകം നോക്കാം. യത്തു കൃഷ്ണവദേ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അദത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. യത്തു കൃഷ്ണവദേ കസ്മിൻ കാര്യേ സക്തമഹൈതുകം അദത്വാർത്ഥവദൽപം ച തത്താമസം ഉദാഹൃതം. യത്തു എന്ന് പറഞ്ഞാൽ ഏത് ജ്ഞാനമാണോ ഏകസ്മിൻ കാര്യേ കൃഷ്ണവദേ കസ്മിൻ കാര്യേ, അത് കൃഷ്ണവദ സക്തം ഒന്നുമില്ലെന്ന ചിന്തയോടെ ചേർന്ന്, ഏകസ്മിൻ കാര്യേ എല്ലാമായി ഇതിനപ്പുറം, അപ്പോ എല്ലാമായി ഇതിനപ്പുറം ഒന്നുമില്ലെന്ന ചിന്തയോടെ ചേർന്നു നിൽക്കുന്നത് അഹൈതുകം യുക്തിരഹിതവും അതത്വാർത്ഥവത് അയഥാർത്ഥവും അല്പം ച തത് അത് ഇടുങ്ങിയ എന്നുള്ള അർത്ഥം, സങ്കുചിതമായത്, അല്പം ഇടുങ്ങിയ സങ്കുചിതമായത്, താമസം ഉദാഹൃതം അതാണ് താമസ ജ്ഞാനം എന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടി വിസ്തരിക്കാം. ഈ ദേഹത്തിൽ മൂടപ്പെട്ട ഞാൻ തന്നെയാണ് എല്ലാമെന്ന് എന്റെ മനസ്സിലും ബുദ്ധിയിലും തോന്നാത്തതൊന്നും ശരിയല്ലെന്ന് വാശി പിടിക്കുന്ന സങ്കുചിത ചിന്താഗതിയെ താമസജ്ഞാനം എന്ന് പറയുന്നു. ഈ ദേഹത്താൽ മൂടപ്പെട്ട ഞാൻ തന്നെയാണ് എല്ലാം, എന്റെ മനസ്സിലും ബുദ്ധിയിലും തോന്നാത്തതൊന്നും ശരിയല്ല, എന്റെ മനസ്സിലും ബുദ്ധിയിലും തോന്നാത്തതൊന്നും ശരിയല്ല എന്ന് വാശി പിടിക്കുന്ന സങ്കുചിത ചിന്താഗതിയെ താമസജ്ഞാനമെന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. സാത്വികം, രാജസം, താമസം നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ രാജസം വരെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ താമസത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ താമസം എന്താണ് എന്ന് അതിന്റെ നിർവചനമാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത്, ഇനി അങ്ങനെയുള്ളവരുടെ മനസ്സിന്റെ ചിന്താഗതി എന്തെന്ന് നമ്മൾ ഒന്നും കൂടി ഭഗവാൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. നമ്മളൊരു കാര്യമുണ്ട്, ഭഗവത്ഗീത പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവത്ഗീത ശ്രവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നാം ഏത് നിലപാടിലാണ്, സാത്വികത്തിലാണോ രാജസത്തിലാണോ താമസത്തിലാണോ ഞാനുള്ളത് എന്ന് സ്വയം ഒന്ന് പരീക്ഷിച്ചറിയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോ നമുക്ക് നോക്കാം, ഇതില് താമസജ്ഞാനം എന്താണ് എന്നിവിടെ പറഞ്ഞു. ഇനി തന്റെ കാര്യം നടക്കണം, മറ്റുള്ളവരുടെ കാര്യത്തെ പറ്റി ഞാൻ എന്തിനു ചിന്തിക്കണം, മറ്റുള്ളവരുടെ കാര്യത്തെ പറ്റി ഞാൻ എന്തിനാണ് ചിന്തിക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പലരെയും നാം ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പലരിലും അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് കാണാം. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഈ കൂട്ടർ വിമുഖത കാണിക്കുന്നു. തനിക്ക് ഗുണമുള്ളതാണെങ്കിൽ അതിൽ സഹകരിക്കുക അല്ലെങ്കിൽ അതിനെ എതിർക്കുക. അതുപോലെ തനിക്ക് ഗുണമുള്ളതാണെങ്കിലും ചിലപ്പോൾ അത് എന്തു ചെയ്യുന്നറിയ കൂട്ടർ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഗുണമുള്ളതായി തീരുമല്ലോ എന്ന അസൂയയിൽ നിന്നുണ്ടാകുന്ന ചിന്തയും താമസമാണ്. അപ്പൊ എനിക്ക് ഉപകാരം ഉണ്ടാവും, പക്ഷെ അത് അവർക്കും അപ്പുറത്തെ ആൾക്കും ഉപകാരം ഉണ്ടാകുമല്ലോ എന്നുള്ള അസൂയ മനസ്സിൽ നിറഞ്ഞു നിന്നാൽ അതും താമസ ചിന്തയാണ് എന്ന് പറയുകയാണ്. അതുപോലെ സ്വാർത്ഥികളായ ഇവരുമായി ഇടപഴകുവാൻ വളരെ പ്രയാസമാണ്, സൂക്ഷിക്കണം. സ്വാർത്ഥമതികളായ ഇവരുമായി ഇടപെടുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്, വളരെ പ്രയാസമാണ്. അവരോട് ഇടപെട്ട് നമ്മൾ ഒന്നിച്ചു പോകാൻ വളരെ പ്രയാസമാണ്. ഇവർക്ക് മറ്റുള്ളവർ പറയുന്നതൊന്നും തീരെ സ്വീകാര്യമല്ല, അവര് സ്വീകരിക്കില്ല. എന്നാൽ ഇവർ പറയുന്നത് മറ്റുള്ളവരെല്ലാം അനുസരിക്കണം എന്ന വാശിയുമുള്ളവരാണ് ഈ താമസജ്ഞാനികൾ. എപ്പോഴും നിഷേധാത്മകമായ സമീപനമായിരിക്കും ഇവരുടേത്.
ഭഗവാൻ വിസ്തരിച്ച 3 തരത്തിലുള്ള ജ്ഞാനങ്ങളെയും ഇങ്ങനെ സംഗ്രഹിക്കുകയാണ്. അതായത് സാത്വിക ജ്ഞാനം. സാത്വിക ജ്ഞാനം എന്ന് പറയുമ്പോൾ അദ്വൈത ചിന്ത, ദ്വൈതമല്ല, ഒന്നാണ്. ദ്വൈത ചിന്തയല്ല, അദ്വൈതമാണ്. അപ്പൊ സാത്വിക ജ്ഞാനം അദ്വൈത ചിന്തയാണ്. രാജസജ്ഞാനം ദ്വൈത ചിന്തയാണ്. താമസജ്ഞാനം സ്വാർത്ഥ ചിന്തയാണ്. അത് വ്യക്തിഗതമായ ഏക ചിന്തയാണ്. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ അവിടെ പ്രാധാന്യം വരുള്ളൂ. അങ്ങനെ അപ്പൊ സാത്വിക ജ്ഞാനം, രാജസജ്ഞാനം, താമസജ്ഞാനം. ഇനി അദ്വൈത ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താനും ഈശ്വരനും ഒന്നാണ്, താനും ഈശ്വരനും ഒന്നാണ്, ദ്വൈതമല്ല, രണ്ടല്ല, ഒന്നാണ് എന്ന് പറയുന്നതാണ് അദ്വൈത ചിന്ത. അപ്പൊ താനും ഈശ്വരനും ഒന്നാണ്. അടുത്തത് ദ്വൈത ചിന്ത എന്ന് പറയുന്നത് താനും ഈശ്വരനും വെവ്വേറെയാണ്, രണ്ടാണ് എന്ന് പറയുന്നത്. അടുത്ത സ്വാർത്ഥ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാനെന്ന ദേഹം മാത്രമേ ഉള്ളൂ, ഈശ്വരൻ ഇല്ല. അവിടെയാണ് ഞാനെന്ന ദേഹം മാത്രമേ ഉള്ളൂ, അവിടെ ഈശ്വരനില്ല. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ സംഗ്രഹമാണ്, ഈ 3 എണ്ണത്തിന്റെ സംഗ്രഹമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് അടുത്തതായിട്ട് 23-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത് തത് സാത്വികമുച്യതേ. അഫലപ്രേപ്സുന, ഫലം തനിക്ക് അനുഭവിക്കണമെന്ന അത്യാഗ്രഹം ഇല്ലാത്തവൻ. അഫലം, ഫലം തനിക്ക് ആഗ്രഹിക്കണമെന്ന് അനുഭവിക്കണമെന്ന അത്യാഗ്രഹം ഇല്ലാത്തവൻ. അവനാൽ എന്താണ്? സംഗരഹിതം എന്ന് പറഞ്ഞാൽ ആസക്തി കൂടാതെയും അരാഗദ്വേഷത, രാഗദ്വേഷങ്ങൾക്ക് വിധേയനാകാതെയും, അതുപോലെ യത് നിയമം കർമ്മകൃതം തത്, യത് നിയതം കർമ്മകൃതം തത്, അതായത് അനുഷ്ഠിക്കപ്പെടുന്ന കർത്തവ്യകർമ്മം ഏതാണോ അത്, അനുഷ്ഠിക്കപ്പെടുന്ന കർത്തവ്യകർമ്മം. പിന്നെ സാത്വികമുച്യതേ, സാത്വികം എന്ന് പറയപ്പെടുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഈ 3 ഗുണങ്ങള്. അതുകൊണ്ടാണ് ഭഗവാൻ അത്ര കൃത്യമായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. അപ്പോ 3 തരത്തിലുള്ള കർമ്മത്തെ പറ്റിയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നത്. ഓരോ തരത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നു, എന്തൊക്കെ ഗുണമാണ് അവിടെ വരുന്നത് എന്ന് വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. കർമ്മം ചെയ്യുന്ന തനിക്ക് അതിന്റെ ഫലം അനുഭവിക്കണമെന്ന നിർബന്ധമില്ലാതെ, കർമ്മം ചെയ്യുകയാണല്ലോ, നമ്മളെല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ ഇരുന്നാലും നമ്മൾ കർമ്മം ചെയ്യുകയാണ്. അപ്പൊ കർമ്മം ചെയ്യുന്ന തനിക്ക് തന്നെ അതിന്റെ ഫലം അനുഭവിക്കണമെന്ന നിർബന്ധമില്ലാതെ രാഗം, ദ്വേഷം എന്നീ ദ്വന്ദ്ങ്ങൾക്ക് രണ്ടെണ്ണം രാഗം, ദ്വേഷം എന്നീ ദ്വന്ദ്ങ്ങൾക്ക് വിധേയനാകാതെ ചെയ്യുന്ന കർത്തവ്യ കർമ്മത്തെ സാത്വിക കർമ്മം എന്ന് പറയുന്നു. ഇതാണ്. അപ്പോ ഫലം അനുഭവിക്കണമെന്ന നിർബന്ധമില്ലാതെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത്, ഇപ്പോഴാണെങ്കിൽ എന്താ പറയാ, 1 വർഷം കഴിയുമ്പോൾ അല്ലെ 2 വർഷം കഴിയുമ്പോഴൊക്കെ മാവ് പൂക്കും, അല്ലെങ്കിൽ 18 മാസത്തെ തെങ്ങൊക്കെ ഉണ്ട്. അതുപോലെ പെട്ടെന്ന് വളരുന്ന തെങ്ങും അതുപോലെ ചെടികളും സസ്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടാണെങ്കിൽ കാർന്നോമാര്, മുതുമുത്തശ്ശന്മാരൊക്കെ മാവും പ്ലാവും തെങ്ങും അങ്ങനെയുള്ള വൻ വൃക്ഷങ്ങളൊക്കെ വെക്കും. അത് ചിലപ്പോൾ അവരതിന്റെ ഫലം ചിലപ്പോ അനുഭവിക്കും. ചെറിയ പ്രായത്തിലാണ്, വയസ്സാകുമ്പോ അതിന്റെ ഫലം കിട്ടും. ചിലപ്പോ അത് വെച്ച് കുറച്ചു നാൾ കഴിയുമ്പോ അവര് പോകും, ഫലം അനുഭവിക്കാതെ അവർ പോയി കളയും. അപ്പൊ അതാണ് അതിന്റെ ഉദാഹരണം. അപ്പൊ നോക്കൂ, ഫലത്തെ പറ്റി ചിന്തിക്കാതെ അല്ലെങ്കിൽ
ആകാംക്ഷയില്ലാതെ, ഇതെന്തെങ്കിലും ആയിക്കോട്ടെ, വളർത്തുകയാണ്. അതിന്റെ ഫലം കിട്ടിയാ കിട്ടി, കിട്ടിയില്ല എനിക്ക് അനുഭവിക്കാൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ വിഷയം വരുന്നത്. ചെയ്യാണ്, കർമ്മം ചെയ്യാണ്, അതിന്റെ ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം ചെയ്യാണ്. അപ്പൊ ആകാംക്ഷയില്ലാതെ തന്റെ ധർമ്മത്തെ ചെയ്യുക എന്നതാണ് മഹത്തായ കർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫലം ഭാവിയുടെ സൃഷ്ടിയാണ്. നമ്മളൊരു കർമ്മം ചെയ്താൽ, ഇപ്പൊ ഒരു നെല്ല് വിതച്ചാൽ അത് പിറ്റേ ദിവസം തന്നെ അത് നെല്ലാവുന്നില്ലല്ലോ. അത് കുറച്ചു നാള് ഭാവി കാലത്തിലേക്കല്ലേ അത് നെൽവിത്തൊക്കെ ആയി നെല്ലൊക്കെ നന്നായിട്ട് കുലച്ചു വരുന്നത്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫലം ഭാവിയുടെ സൃഷ്ടിയാണ്. കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ ഭാവി ഒരിക്കലും സുനിശ്ചിതമല്ല. കർമ്മം ചെയ്യുന്ന വ്യക്തികൾക്ക് ഉറപ്പില്ല, ഇത്രയും കാലം ഞാൻ ജീവിച്ചേക്കാമെന്ന് വല്ല നിശ്ചയമുണ്ടോ? സുനിശ്ചിതമല്ല. അതുപോലെ താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ തനിക്ക് അതുവരെ ആയുസ് ഉണ്ടായിരിക്കണമല്ലോ. ആയുസ് ആർക്കും മുൻകൂട്ടി ഉറപ്പിക്കാൻ പറ്റുമോ? സാധിക്കില്ലല്ലോ. അതാണ്. അതുകൊണ്ട് ഭാവിയിൽ വരേണ്ട ഫലത്തെ പറ്റി ചിന്തിക്കാതെ വർത്തമാന കാലത്ത് കർമ്മം ഭംഗിയായി ചെയ്യുക. നമ്മൾ കർമ്മത്തിലൂന്നി ജീവിക്കുക. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇന്ന് ഞാൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്തതല്ല, ഇന്ന്. അതാണ് കർമ്മം ചെയ്തതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഫലത്തെ പറ്റിയല്ല. അതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഭാവിയിൽ വരേണ്ട ഫലത്തെ പറ്റി ചിന്തിക്കാതെ വർത്തമാനകാലത്ത് കർമ്മം ഭംഗിയായി ചെയ്യുക. ഫലം എന്തായാലും സുനിശ്ചിതമാണ്. എന്തെങ്കിലും നമ്മൾ വിതച്ചാൽ അതിന്റെ ഫലം എന്തായാലും കിട്ടും, അല്ലേ? അതിന്റെ കായ, അതിന്റെ ഫലം എന്തായാലും കിട്ടും, ഉറപ്പാണ്. അത് സുനിശ്ചിതമാണ്. അഥവാ നാം ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റുള്ളവർക്കെങ്കിലും ഉപയോഗമാകട്ടെ, അല്ലെ? മറ്റുള്ളവർക്കെങ്കിലും അനുഭവിക്കാൻ സാധിക്കുമല്ലോ. ഈ ചിന്തയാണ് സാത്വിക ഗുണപ്രധാനന്മാരെ നിരന്തരം കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ ബാക്കിയുള്ള മിത്രങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുമല്ലോ എന്നുള്ള ചിന്ത, അതാണ് നമ്മളെ നിരന്തരം കർമ്മം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഈ രീതിയിൽ കർമ്മം ചെയ്യുന്നവർക്ക് രാഗമോ ദ്വേഷമോ ഉണ്ടാവുകയില്ല. ഈ രീതിയിൽ കർമ്മം ചെയ്യുന്നവർക്ക് രാഗദ്വേഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം അവർ 100% അവരുടെ കർമ്മത്തിൽ മനസ്സിനെ പ്രവഹിപ്പിക്കുന്നു. മറ്റു ചിന്തകൾക്കൊന്നും മനസ്സിലിടം നൽകുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് ഇനി അടുത്തതായിട്ട് 24-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. യത് തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ് രാജസമുദാഹൃതം. അപ്പോ കാമേപ്സുന, എന്താണ് കാമേപ്സുന എന്ന് പറഞ്ഞാൽ? കാമം, ഫലം തനിക്ക് തന്നെ അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ളവൻ. ഞാനൊരു തൈ നട്ടാൽ അതിന്റെ കായ ഞാൻ തന്നെ പറിച്ചു തിന്നണം, എനിക്ക് തന്നെ കിട്ടണം എന്ന് വിചാരിക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫലം തനിക്ക് തന്നെ അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ള കാമേപ്സുന, അതാണ്. പുനഃസാഹങ്കാരേണ വാ പുനഃ കർത്തൃത്വാഭിമാനത്തിലോ ബഹുലായാസം യത് കർമ്മം, രാഗദ്വേഷങ്ങളുടെ പ്രേരണയാലോ ക്രിയതേ തത്, വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം. രാജസം ഉദാഹൃതം, രാജസം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പൊ നമ്മള് വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസ കർമ്മമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഫലം, ഞാൻ ഈ ചെയ്ത കർമ്മത്തിന്റെ ഫലം എനിക്ക് തന്നെ കിട്ടണം എന്ന് നിർബന്ധം പിടിക്കുന്നത്, എനിക്ക് തന്നെ ഇതിന്റെ കായഫലം കിട്ടണം എന്ന് നിർബന്ധം പിടിക്കുന്നത്, അത് രാജസമാണ് എന്ന് ഭഗവാൻ നമ്മളെ ഒന്നും കൂടി വിസ്തരിച്ച് മനസ്സിലാക്കി തരികയാണ്. നോക്കാം. ഫലം തനിക്ക് തന്നെ അനുഭവിക്കണമെന്ന അത്യാഗ്രഹത്തോടെ
കർത്തൃത്വാഭിമാനിയായി രാഗദ്വേഷങ്ങളുടെ പ്രേരണയാൽ എന്ന് പറഞ്ഞ വാശിയോടെ വളരെ സാഹസപ്പെട്ട് ചെയ്യുന്ന കർമ്മം രാജസകർമ്മമാണ്. വർത്തമാനകാലത്തെ ആഗോളവൽക്കരണ ആശയത്തിന് രാജസ സങ്കല്പങ്ങളുമായി വളരെ ബന്ധമുണ്ട്. ഇപ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഫലം മുൻകൂട്ടി ഉറപ്പ് വരുത്തിയിട്ടുള്ള കർമ്മങ്ങളെയാണ് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് ഇത്ര കിട്ടും, അതുകൊണ്ട് ഇന്നത് ചെയ്യാം, നമുക്ക് ഇത്ര കിട്ടുന്നുണ്ട്, ഇത്ര ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പം അതിനെ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ പണിയെടുപ്പിച്ച് മനുഷ്യനെ യന്ത്രങ്ങളുമായി മത്സരിപ്പിച്ച് മനുഷ്യനേക്കാളും ഉന്നതമായ പദവി യന്ത്രങ്ങൾക്ക് നൽകി അമിത ലാഭം ആഗ്രഹിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എല്ലാം അനുഭവിക്കണമെന്ന ചിന്തയുടെ പ്രേരണയാൽ ചെയ്യുന്ന കർമ്മമാണിത്. ഭാവിയെ പറ്റിയോ ഭാവി തലമുറകളെ പറ്റിയോ ഈ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ചോ മാനുഷിക വികാരങ്ങളെ കുറിച്ചോ ചിന്തിക്കാതെ യാന്ത്രിക സംസ്കാരത്തിലൂന്നിയുള്ള ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി ഭഗവാൻ ഗീതയിൽ പ്രസ്താവിച്ച രാജസ കർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണിത്. ഇന്നത്തെ തലമുറയ്ക്കും അത് വളരെ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കണം. ഭഗവത്ഗീതയുടെ ആ ഒരു മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അടുത്ത തലമുറകൾ അനുഭവിക്കേണ്ട പ്രകൃതി വിഭവങ്ങളെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ജൈവ വൈവിധ്യങ്ങളെ നശിപ്പിക്കുകയോ താറുമാറാക്കുകയോ ചെയ്തുകൊണ്ടുള്ള തീവ്ര വികസനം, അതിന് തീവ്ര വികസനം എന്ന് തന്നെയാ പറയാ, എന്ന മുദ്രാവാക്യത്തോടെ ചെയ്യുന്ന കർമ്മം മനുഷ്യ വിഭവശേഷിയെയും മാനവ സംസ്കാരത്തെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഉണർന്നിരിക്കുകയാണ്. ഈ 2 ഭാഗം ഉണ്ടല്ലോ. ഈ ഭാഗത്ത് നമ്മളിപ്പോ സന്ധ്യയായി കഴിയുമ്പോൾ മറുഭാഗത്ത് നേരം വെളുത്ത് കഴിയും, മറുഭാഗത്ത് നേരം വെളുത്ത് അങ്ങനെയുള്ള സമയമാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി മറുഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യർ രാത്രിയിൽ ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുകയാണ്. സുദൃഢമായ കുടുംബജീവിതം നിലനിൽക്കുന്ന ഈ എന്താ പറയാ ഈ ജീവിതം നിലനിൽക്കുന്ന ഭാരതത്തിൽ രാത്രിയിൽ ഉറങ്ങാതെ ജോലി ചെയ്യുന്നത് മൂലം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നു. ദാമ്പത്യങ്ങൾ തന്നെ മര്യാദയ്ക്ക് അതിന്റെ രീതിയിൽ അതെല്ലാം രാത്രികളൊക്കെ നിഷേധിക്കുകയാണ്. ജോലി കർമ്മം ചെയ്യുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ രാജസ അവസ്ഥ എന്ന് പറയുന്നത്, രാജസ കർമ്മം എന്ന് പറയുന്നത്, രാജസം എന്ന് പറയുന്നത് കുറച്ചൊരു മോശത്തരമാണ്. എന്നാൽ അതില്ലാതെ പറ്റുകയില്ല. രാജസവും സാത്വികവും താമസവും 3 ഒന്നിച്ചാണ് ഈ പ്രകൃതി ഉള്ളത്. അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും സമയം എനിക്ക് തന്ന നമ്മുടെ സമിതിക്ക് പ്രത്യേകം നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സിന്ധുവക്ക, ഗോപണ്ണൻ, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഹരിയോ. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം ഹരിയോ. ഹരിയോ. ഇന്നത്തെ ഭഗവത്ഗീത അധ്യയനം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലിയ നിഷാക്ക, ചാൻഡിങ് ഗൈഡൻസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു തന്ന ഗംഗ ആറക്ക, ചാൻഡിങ് റിപ്പീറ്റേഷൻ ചെയ്ത ബീനാക്ക, സ്വപ്നാക്ക, അതുപോലെ വളരെ സ്പഷ്ടമായും വളരെ രസകരമായും വിശദീകരണം പറഞ്ഞു തന്ന രാജമ്മാക്ക, ഗിരിജാറക്ക, ബാക്കപ്പിൽ ഇന്ദിരാക്ക, ചാൻഡിങ് റിവിഷൻ ചെയ്ത സരസ്വതി ഡിയക്ക, ശ്രീധര കുറുപ്പണ്ണൻ, ഇവർക്ക് എല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാത്തിലുമുപരി ഈ സംരംഭത്തിന്റെ പിന്നണിയിൽ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സിന്ധു അക്കയ്ക്കും സുനീനാക്കയ്ക്കും ഗോപണ്ണനും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന സിന്ധു അക്കയ്ക്കും ഇതിന്റെ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ സന്നിഹിതരായ
എല്ലാ യോഗ ബന്ധുക്കൾക്കും എൻ്റെ പേരിലും സന്ധ്യയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നേരെ ഇരിക്കാം. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി. ഹരി ഓം.